തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കേട്ടോ. ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ്. ആ തിരുവനന്തപുരത്തെ പോരാട്ടം എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കേണ്ട കാര്യം തന്നെയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മലയാളി ആണെങ്കിൽ പോലും ഇവിടെ വലിയ കേരളമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, തിരുവനന്തപുരത്തുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്, ഒരു കോടീശ്വരനാണ്. പിന്നെ രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജസ്ഥാനം എന്തോ അദ്ദേഹം ഈ രാജ്യസഭയിലേക്ക് വന്ന് അവസാനം മന്ത്രിയാക്കപ്പെട്ട മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല കാൻഡിഡേറ്റാണ്. നമ്മുടെ ശ്രീ ശശി തരൂരിനെതിരെയുള്ള ഉപയോഗിക്കാൻ പറ്റിയിരുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ അവർ അവിടെ ഫീൽഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഫീൽഡ് ചെയ്തപ്പോൾ അതിനകത്ത് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ജയിച്ച് കയറും എന്ന് വിചാരിച്ചു. അവസാനം വരെ പൊരുതി ലാസ്റ്റ് സ്റ്റേജിലാണ് ഒന്ന് മാറി ശ്രീ ശശി തരൂർ കഷ്ടപ്പെട്ട് ജയിച്ച് കയറി വന്നത്. അതിൻ്റെ കാരണം നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. എന്തുകൊണ്ട് ശശി തരൂരിന് ഈ ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ജയിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പോരാ, വല്ലപ്പോഴുമൊക്കെ അവിടെ വരണം. അദ്ദേഹം ആഗോളതലത്തിൽ വളരെ പ്രശസ്തനും മിടുക്കനുമൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നടന്നാലും ഈ വോട്ട് കൊടുത്ത ജനങ്ങളെ ഉണ്ടല്ലോ, നാട് മറന്നാലും മൂട് മറക്കരുത് എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അത് പാടില്ല. അതൊന്ന് ഓർക്കണം വല്ലപ്പോഴും. എന്നിട്ട് അവിടെയൊക്കെ വരണം. ഏത് കാര്യത്തിനായാലും അങ്ങനെ നോക്കണം. ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ ശ്രീ ഹൈബീഡനെ ഒന്ന് കണ്ടുപിടിച്ചോളൂ. കൂടുതലൊന്നും ദൂരെ പോണ്ട. ഇവിടെ ഉണ്ടല്ലോ എറണാകുളത്ത് ഹൈബീഡൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്ര? 2.5 ലക്ഷത്തിൽ കവിഞ്ഞെന്നുള്ള ഭൂരിപക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ആളുകൾ, വോട്ടേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ടൊരടുപ്പം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അല്ലാതെ വോട്ടർമാർ വോട്ട് ജയിക്കുന്നത് വരെ അവർ മുമ്പ് ഓച്ചാനിച്ച് നിന്ന് വോട്ട് വാങ്ങും. വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാലോ പിന്നെ അങ്ങ് ജനങ്ങൾ ശത്രുക്കളാണ്. പിന്നെ ഒരു ചുറ്റും ആളില്ലാതെ അങ്ങ് നടക്കാൻ നോക്കുകയല്ല. പോലീസുകാരും അതേപോലെ തന്നെ ഒരു 10-35 കാറിൻ്റെ അകമ്പടി ഇതൊന്നും ഇല്ലാതെ നടക്കാൻ നോക്കത്തില്ല. ഇവരൊക്കെ ആർക്ക് വേണം? ഇവരെയൊക്കെ അതാദ്യം ചിന്തിക്കണം. ആരും ഒന്നുമല്ല ഇവിടെ എന്നൊന്നും മനസ്സിലാക്കണ്ടേ? ഇത് തിരിച്ചറിയട്ടെ ആളുകൾ. അതുപോലെ തന്നെയാണ് ശ്രീ സുധാകരൻ, KPCC പ്രസിഡന്റ്. അദ്ദേഹം വളരെ കഷ്ടപ്പെടും, അവിടെ ജയിക്കത്തില്ല, MV ജയരാജൻ ജയിച്ചു പോകും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നല്ലോ. അവർ ഉറപ്പായിട്ട് കണക്ക് കൂട്ടിയിരുന്ന ഒരു സീറ്റാണ്. അവരുടെ തട്ടകമല്ലേ അത്? നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മണ്ഡലമല്ലേ ധർമ്മടം. അവിടെ പോലും വൻ ഭൂരിപക്ഷമല്ലേ ശ്രീ സുധാകരന് കിട്ടിയത്? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അതും ഇവർ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ട കാര്യവുമാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്തുമാത്രം വിയോജിപ്പ് ഇവരുമായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം.